ഫണൽ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. ഒന്ന് സ്ട്രാറ്റജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറിന്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഫൈനൽ ട്രാൻസാക്ഷൻ വരെയുള്ള കംപ്ലീറ്റ് പ്രോസസ്സിനെ നമ്മൾ സിസ്റ്റമൈസ് ചെയ്യുന്നതാണ് നമ്മൾ ഫണൽ എന്ന് പറയും. അതിനെ ടെക്നിക്കലി പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ് ജേണിയിലെ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കൽ വർക്ക് ഫ്ലോയാണ് നമ്മൾ ഫണൽ എന്ന് പറയാം. മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. സോഫ് എന്ന് പറയും, രണ്ടാമത്തെ നമ്മൾ മോഫ് എന്ന് പറയും, മൂന്നാമത്തെ നമ്മൾ ബോഫ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും പെർഫോമൻസ് മാർക്കറ്റിംഗിന്റെ ക്രൈറ്റീരിയ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? നമ്പർ 1 criteria where we should have most amount of intelligence is audience selection, creative. അല്ലെ? ഇതല്ലേ നമ്മൾ സംസാരിച്ചത്. ബാക്കി നമ്മൾ ഫസ്റ്റ് ഗിവ് ഇറ്റ് ടു ദ പ്ലാറ്റ്ഫോം അവരുടെ ആൽഗോരിതം വെച്ചുകൊണ്ട് നമ്മൾ പഠിക്കണം. അത് നമുക്ക് ഇപ്പൊ സംസാരിക്കാം. അപ്പൊ ഈ ടോപ്പ് എന്ന് വെച്ചാൽ ടോപ്പ് ഓഫ് ദ ഫണൽ നമുക്ക് വീണ്ടും പഴയ കഥ പറഞ്ഞിലേക്ക് പോവാം. ഏതൊക്കെ പഴയ കഥ പറഞ്ഞത്? അൺഅവെയർ ഓഫ് ദ പ്രൊഡക്റ്റ്, അൺഅവെയർ ഓഫ് ദ പ്രോബ്ലം. ഇയാളെ കൊടുത്ത് നമ്മൾ കണക്ട് ചെയ്യാൻ പോണ പിന്നെ ഫണലിന്റെ സ്റ്റേജ് ഏതാ? ടോപ്പ് ആണ്. സോ ദ ടോപ്പ് ഓഫ് ദ ഫണൽ എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താ? വി ഷുഡ് എഡ്യൂക്കേറ്റ് ഹിം. എന്താണ് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്? അൺഅവെയർ ഓഫ് ദ പ്രോബ്ലം, ഓനെ പ്രോബ്ലം നമ്മൾ പഠിപ്പിക്കുന്നു. അൺഅവെയർ ഓഫ് ദ പ്രൊഡക്റ്റ് നമ്മൾ അവിടെ